Good morning, viewers. ഇന്നിപ്പം 5th മാർച്ചാണ്. മാർക്കറ്റിൽ നിന്ന് സംവാട്ട് ബെറ്റർ എനിക്കിന്നെല്ലാം ഗ്രീനിലാണ് കാണുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോക്ക് നെസ്ലെ ആയിരുന്നു നിങ്ങളോട്. സോ നെസ്ലെ now it is doing future price in 2182. It is I think it is going to touch ഇന്നെ ഒരു 2196 പോകുന്നു. സോ ഇന്നലെ അതിൻ്റെ പ്രൈസ് വന്ന് 2132 ആണ്. സോ ഐ വാസ് ഐ ജസ്റ്റ് ടോൾഡ് ദാറ്റ് ടൈം ദ 2130 2140 ആ റേഞ്ചിലൊക്കെ നെസ്ലെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ദർ ഇസ് എ സേയിങ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നത്തിങ് വെഞ്ചേർഡ് ഈസ് നത്തിങ് ഗെയിൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കുന്ന ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ബിൽ ഗേറ്റ്സ് ആണ്. അപ്പോൾ ബിൽ ഗേറ്റ്സിനോട് ഒരാൾ ചോദിച്ചിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഏറ്റവും വലിയ ഫെയിലിയർ എന്തായിരുന്നു? അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നോട്ട് ഡെവലപ്പിംഗ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു. സോ അയാളന്ന് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാനുള്ള അന്ന് അവരൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായതുകൊണ്ട് അവർ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യണ്ടായിരുന്നില്ല. സോ അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നെസ്ലെ. സോ ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് സേഫ് വിൽ ബൈ ടുമോറോ, then nothing ventured is nothing gained in the stock market. അത് സ്റ്റോക്ക് മാർക്കറ്റിലും വളരെ വളരെ കറക്റ്റാണ്. സോ അത് എല്ലാ ബിസിനസ്സിലും നിങ്ങൾ നോക്കിക്കോ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണം. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ എല്ലാവരും പറയും നിങ്ങളൊരു ബിസിനസ് തുടങ്ങുക, അതിൽ സ്റ്റാർട്ടപ്പ് സ്ട്രാറ്റജി വേണം, സ്കെയിലപ്പ് സ്ട്രാറ്റജി വേണം, strategy to avoid disruption by the new competitors, strategies to fight against the guerrillas. So the ചില കൂട്ട് പ്രൈസിങ് എന്നൊരു സ്ട്രാറ്റജി ആണ്. പ്രൈസിങ് ഈസ് ഐ ഡോണ്ട് തിങ്ക് പ്രൈസിങ് ഈസ് എ സ്ട്രാറ്റജി. സോ ഈ ഡിസ്ട്രപ്ഷനൊക്കെ ഇന്ന് ബിസിനസ്സിൽ സാധാരണ ഇതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. കാരണം ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇപ്പോൾ UAE ബേസ്ഡ് വലിയ റീറ്റെയിൽ ചെയിൻ ഗ്രൂപ്പ്, ഞാൻ പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരളത്തിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിഗ് റീറ്റെയിൽ ചെയിൻസ് കേരളം പോലുള്ള വളരെ ചെറിയ മാർക്കറ്റ്, വളരെ ലോ ഏർണിംഗ് കപ്പാസിറ്റി, ഒരാൾ ആവറേജ് ഏർണിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ 1000 rupees in a day, അതുമാതിരിയുള്ള മാർക്കറ്റ് ഇവിടെയുള്ള ലോട്ട് ഓഫ് സ്മോൾ സ്കെയിൽ ഗ്രോസറി ഷോപ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ വലിയൊരു സ്കെയിലപ്പിൽ നിങ്ങൾക്ക് ഫോറിൻ മണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ചെറിയ ഗ്രോസറി ഷോപ്പിനെ കംപ്ലീറ്റ് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു കേസ് സ്റ്റഡിയുടെ അടുത്ത് ഇപ്പോൾ ഇതുപോലുള്ള ഈ UAE ബേസ്ഡ് റീറ്റെയിലേഴ്സ് കേരളത്തിൻ്റെ എല്ലാ നുക്കൻ കോർണറിലും ഈ എക്സ്പ്രസ് ഡെലിവറിയൊക്കെ തുടങ്ങുകയെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഗ്രോസറീസ് ഫാമിലീസ് വിൽ ഹാവ് ടു കമ്മിറ്റ് സൂയിസൈഡ്. കാരണം ഈ ഗ്രോസറി ഷോപ്പ് നിങ്ങൾക്കറിയാം, അവരൊന്നും സ്കെയിലപ്പ് ചെയ്തിട്ടില്ല. അവർ ഡേ ടു ഡേ ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് ഗ്രോസറി റൺ ചെയ്യുന്നത്, അല്ലാണ്ട് ദേ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ കോൺഗ്ലോമറേറ്റ്. Anyway, it's a long subject. Please do subscribe my channel. Thank you very much. Have a nice day.